പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി USA പ്രദേശത്ത് ചില മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ആയിരിക്കാനായിട്ട് കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ ക്ഷേമത്തോടെ ഇരിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കണ്ട ഒരു വീഡിയോ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ള വചനവിരുദ്ധമായ പല കാര്യങ്ങളെക്കുറിച്ചും ദൈവമക്കളോട് ഇങ്ങനെയുള്ള വീഡിയോകളിലൂടെ ബോധ്യം വരുത്തുകയും ശരിയായ വചനത്തിലേക്ക് ദൈവമക്കൾ നയിക്കപ്പെടണമെന്നും അതുവഴി അവർ നിത്യതയ്ക്ക് അവകാശികളായി തീരണമെന്നും അവർ തെറ്റിപ്പോകരുത് എന്നുമുള്ള താല്പര്യത്തിൽ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഈ തരത്തിലുള്ളതായ വിക്രിയകളെല്ലാം വെളുപ്പിക്കുവാനായിട്ട് ദൈവവചനത്തിൻ്റെ പഥ്യവചനത്തിൻ്റെ യാതൊരു വിധമാകുന്ന അറിവുമില്ലാതെ ഇത് വിമർശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, കർത്താവിൻ്റെ കാലം മുതൽ പരീശന്മാരും പുരോഹിതന്മാരും എല്ലാം കർത്താവിൻ്റെ പുറകെ ഇതുപോലെ വിമർശിക്കാനായിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇത് വിമർശനമാണോ, അല്ലെങ്കിൽ വചനവിരുദ്ധമായ ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പരീക്ഷ മനോഭാവമാണോ എന്നൊക്കെ വളരെ കൃത്യമായി നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ നമുക്ക് വേദപുസ്തകം കയ്യിലെടുക്കാം. ഞാൻ പറയുന്ന വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് പരിശോധിക്കുക. അതങ്ങനെ തന്നെയാണ് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം തരുന്നെങ്കിൽ സത്യവചനത്തിന് വേണ്ടി, പഥ്യോപദേശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇവിടെ ഇനി ഇരിക്കണ്ട, ഞാനും ഇരിക്കുന്നില്ല. ഇവിടെ റോറിംഗ് ഉണ്ട്. Look at her. Look at her. She shared the testimony. She shared the testimony. The real nature, the true nature of a born again believer. The true nature of a born again believer. Whether she is 12 years or 21 years, doesn't matter. This is the nature of a child of God. Lion of Judah. Lion of Judah. Oh Jesus. Oh Jesus. Oh Jesus. Oh Jesus. Oh Jesus. Oh Jesus. This is a novel service where people are roaring. It is because of our identity. This is the true nature. This is the true identity. This is the true condition. This is the true position. Oh Jesus, Jesus. Oh chaka sakara bagachasya ragachasya. Uragal karagachasya. Look at her. Look at her. Look at her. She came as a cat, going back as a lion. Major shift, major shift, major shift, major shift, major shift, a major. സിംഹം അലറിയിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? സിംഹങ്ങൾ അലറിയിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? This is not acting. This is, those who are watching us on live, I tell you, this is not acting. This is the true nature of a born again believer. It is exposed. It is exposed.
nothing. It is exposed, but nothing but exposed. Manifesting the true nature of a born again child. Oh. This is not a power service. This is an ordinary Sunday service. The condition of the ordinary Sunday service is like this. നോക്കൂ, മനു മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നാം ഈ കണ്ട വീഡിയോയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. ഒരു കാലത്ത് പാസ്റ്റർ മനു മേനോൻ, ബ്രദർ മനു മേനോൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നയാള് ഇപ്പോൾ ബിഷപ്പ് മനു മേനോൻ എന്നുള്ളതായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ബ്രദറായി നിൽക്കുവോ പാസ്റ്ററായി നിൽക്കുവോ ബിഷപ്പായി നിൽക്കുവോ എന്നുള്ളത് നമ്മുടെ വിഷയത്തിൽ പെടുന്ന കാര്യമല്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ തീരുമാനങ്ങളാണ്. എന്നാൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്തരം വീഡിയോകൾ ലൈവായി പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ രക്ഷിക്കപ്പെട്ട് വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഈ സമൂഹത്തെ മുഴുവൻ ഒന്നിച്ച് ഒരു കാറ്റഗറിയിലായി കാണുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ ഇത്തരം വിക്രിയകളൊക്കെ കാണിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിൽ എല്ലാവരെയും ഒരുപോലെ തെറ്റുകാരായി കാണുവാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടും മാത്രമല്ല ഇതൊക്കെ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണോ എന്ന് ബലഹീനരായ വിശ്വാസികൾ, പുതിയ വിശ്വാസികൾ, വചനത്തെക്കുറിച്ച് വലിയ അറിവിലേക്ക് എത്താത്ത ബലഹീനരായ സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാനുള്ള സാധ്യതകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് ഇങ്ങനെ എടുത്തു പറഞ്ഞത്. പലപ്പോഴും ഞാൻ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഈ വചനത്തിന് വിരുദ്ധമായ ഇത്തരം കെട്ടുകഥകളെയും നിർമ്മിത കഥകളെയും ഇത്തരം കോമാളിത്തരങ്ങൾക്കുമെതിരെയൊക്കെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു മനുഷ്യൻ്റെയും വ്യക്തി ജീവിതത്തിൽ, അവരുടെ സ്വകാര്യ ജീവിതത്തെ സംബന്ധിച്ച്, അവരുടെ പേഴ്സണൽ ലൈഫിനെ സംബന്ധിച്ച് അയാൾ ശരിയാണോ, അയാൾ തെറ്റാണോ, അയാൾ കള്ളനാണോ, കൊള്ളക്കാരനാണോ, ഇത്തരം കാര്യങ്ങളൊന്നും നാളിതുവരെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കുവാനൊന്നും എന്നെ ഏൽപ്പിച്ചിട്ടില്ല, അതെൻ്റെ പണിയുമല്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും, എക്സ്പെഷ്യലി ശുശ്രൂഷാമുഖത്ത് നിൽക്കുന്ന ദൈവദാസന്മാർക്കും ഇത്തരം സഭയ്ക്കകത്തേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള, കടന്നു വരുന്ന, നുഴഞ്ഞു കയറുന്ന, ദൈവവചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നുഴഞ്ഞു കയറുന്ന ഈ ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദമുയർത്താനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പല വചനങ്ങളിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അങ്ങനെ വിമർശിക്കുന്നവർ പരീക്ഷന്മാരായി മാറുമോ എന്നുള്ളത് കൂടി നമ്മൾ ഇന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ മനു മേനോൻ എന്ന വ്യക്തി, അദ്ദേഹം ബ്രദറോ പാസ്റ്ററോ ബിഷപ്പോ എന്തോ ആയിക്കൊള്ളട്ടെ, പെന്തക്കോസ്താണ് എന്ന നിലയിലാണ് പൊതുസമൂഹം അദ്ദേഹത്തെ കാണുന്നത്. ഇദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമില്ല. ഒരനുഭവം മാത്രം അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ തിരുവനന്തപുരത്തിനടുത്ത് കാരേറ്റ് കല്ലറ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ചില വർഷങ്ങൾക്ക് മുൻപ് എന്നെ കൺവെൻഷൻ പ്രസംഗിക്കാനായിട്ട് ക്ഷണിച്ചു. എൻ്റെ പേര് വെച്ചിട്ട് ഷമീർ കൊല്ലം എന്നുള്ള പരസ്യവും ഫ്ലെക്സും നോട്ടീസും ഒക്കെ അവിടെ ഒട്ടിച്ച സമയത്ത് തന്നെ ഈ കൺവെൻഷൻ നടക്കുന്ന ഏരിയ മുസ്ലിം സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവരിൽ പലരും തന്നെ ഇയാൾ എന്ത് പറയാനാണ് വരുന്നത്, ഞങ്ങളെ വിമർശിക്കാനാണോ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഉള്ളൊരു ധാരണ അവരിലുണ്ടായിരുന്നു. അങ്ങനെ വളരെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ അവിടെ കൺവെൻഷൻ പ്രസംഗിക്കാനായിട്ട് ചെല്ലുന്നത്. ചില ഫോൺ കോളുകളൊക്കെ പേര് പറയാതെ എനിക്ക് വന്നിരുന്നു, അവിടെ വരരുത്, പ്രസംഗിക്കരുതെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പോഴല്ല, ചില വർഷങ്ങൾക്ക് മുൻപെയാണ്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണിത്, മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ അനുസരിക്കേണ്ടതാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം ആരോഗ്യവും ആയുസ്സും തന്നാൽ ഞാൻ പ്രസംഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവിടെ കടന്നു ചെന്നു. അപ്പോൾ ഞാൻ അവിടെ അന്ന് കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ട് ഷമീർ ക്രിസ്തുവിനെ ആരാധിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങി എന്നുള്ളത് സംബന്ധിച്ച് ഞാൻ വളരെ അടുക്കടുക്കായി പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി ഞാൻ അവിടെ പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആളുകളുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്നു. അവരെ ചീത്ത പറയാനല്ല ഞാൻ വന്നതെന്ന്, മറിച്ച് ഞാൻ എന്താണ് പറയുന്നത് എന്നും അവർക്ക് ഒളിഞ്ഞും മറഞ്ഞു നിന്നെങ്കിലും കേൾക്കാൻ സാധിച്ചു. അങ്ങനെ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിട്ട് നടന്നു. പിറ്റേ ദിവസം, തൊട്ടടുത്ത ദിവസം ഈ മനു മേനോൻ എന്ന് പറഞ്ഞ ആളാണ് അവിടെ പ്രസംഗിക്കുന്നത് എന്ന് അന്ന് എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. അടുത്ത ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കൊയറിൽ പാട്ട് പാടിയ
സഹോദരന്മാരെ ഞാൻ ഫോൺ ചെയ്തു. സഹോദരന്മാരെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മീറ്റിംഗ് എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗ്, അതായത് ഞാൻ പ്രസംഗിച്ച മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്നിട്ട് പിറ്റേ ദിവസത്തെ മീറ്റിങ്ങിൽ പല മുസ്ലിം സഹോദരങ്ങൾ വന്നു എന്നാണ് പറഞ്ഞത്. ഗ്രൗണ്ടിൽ അവർ വന്നു. കാരണം അവർ പറഞ്ഞു, കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, അപ്പം ഒന്നുകൂടി കേൾക്കാമെന്ന് വിചാരിച്ചു, ഞാനാണെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോഴാണ് അറിഞ്ഞത് ഞാനല്ല, മനു മേനോൻ എന്ന് പറഞ്ഞ ആളാണ് പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ വന്ന ആളുകൾ ഗ്രൗണ്ടിലിരിക്കുമ്പോൾ ഈ മനു മേനോൻ എന്ന് പറഞ്ഞ ആള് ഒരു 15-20 മിനിറ്റ് ഒരു ബൈബിൾ വാക്യം എടുത്ത് പ്രസംഗിച്ചിട്ട് തൻ്റെ കൂടെയുള്ള ആളുകൾ അവരുടെ കൈവശം 50 പൈസയുടെ കിറ്റ് എന്ന് നമ്മൾ നാട്ടിൽ പറയും. പണ്ട് ആ സമയത്ത് 50 പൈസ 1 രൂപയേ ഉള്ളൂ. പ്ലാസ്റ്റിക്കിന്റെ കിറ്റ്, കൂട്, നമ്മൾ പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങുന്ന കൂട്. ഈ കൂട് ഒരടുക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നറിയാമോ? 10-20 മിനിറ്റ് വചനം പ്രസംഗിച്ചിട്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി ആളുകളുടെ തലയെ പിടിച്ച് അവരെ വിറപ്പിച്ചിട്ട് അവരുടെ അകത്ത് ബന്ധനമുണ്ടെന്നും പറഞ്ഞ് ഈ കിറ്റ് ഇങ്ങനെ തുറന്നു പിടിച്ച് അതിൻ്റെ അകത്തേക്ക് ഛർദ്ദിപ്പിക്കൽ പരിപാടിയാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ ഈ ആളുകളെല്ലാം കൂടെ കിടന്ന് ഇങ്ങനെ എന്താ പറയുക, ഛർദ്ദിക്കാനായിട്ടോ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതെല്ലാം പുറത്തുനിന്ന് വന്നവർ കണ്ടിട്ട് അയ്യേ ഇതെന്താ ഇയാൾ കാണിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് വന്ന അവിശ്വാസികളായ ആളുകൾ പലരും ഇറങ്ങിപ്പോയി എന്നുള്ള ദുഃഖകരമായ ഒരു വാർത്തയാണ് സഹോദരന്മാർ പറഞ്ഞത്. എനിക്ക് വളരെ വേദന തോന്നി. കാരണം ഒത്തിരി പ്രതികൂലം നിലനിൽക്കുമ്പോൾ, ഒത്തിരി ഭീഷണികൾ വന്നിട്ടും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ദേശം സുവിശേഷം കേൾക്കണമെന്ന് വിശ്വസിച്ച് നമ്മൾ ചെന്ന് പച്ചയായ സുവിശേഷം ശക്തമായി അവിടെ വിളംബരം ചെയ്തപ്പോൾ തൊട്ടടുത്ത ദിവസം ഞാൻ പ്രസംഗിച്ച ആ സുവിശേഷത്തെ മണ്ണിട്ട് മൂടിക്കൊണ്ട് ഇത്തരം വിക്രികൾ കാണിച്ച് ആ ശുശ്രൂഷകളെ തന്നെ അവിടെ പ്രയോജനമില്ലാത്തതാക്കി തീർത്തു. അന്നു മുതൽ ഞാൻ സംഘാടകരോട്, എന്നെ വിളിക്കുന്ന കൺവെൻഷൻ സംഘാടകരോട് ഞാൻ പറയാറുണ്ട്, ഒന്നുകിൽ നിങ്ങൾ ഉപദേശത്തിൽ നിൽക്കുന്നവരെ വിളിക്കുക, അല്ലെങ്കിൽ ദുരുപദേശവും ഇത്തരത്തിലുള്ള വിക്രികളും കാണിക്കുന്നവരെ വിളിക്കുക. വെറുതെ ഒരു യോഗം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിയൽ പരിപാടി നിങ്ങൾ കാണിക്കരുത് എന്ന് ഞാൻ പറയാറുണ്ട്. എനിവേ, അങ്ങനെ ഒരു അനുഭവം മാത്രമാണ് ഈ മനു മേനോൻ എന്ന ആളിനെ കുറിച്ച് എനിക്കുള്ളത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തിന് ഇത് പറയുന്നു? എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിൽ, യൂട്യൂബിൽ ഇങ്ങനെ പറയുന്നത്? പല ആളുകളും കമന്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പബ്ലിക്കിൽ ഇത്തരം കാര്യങ്ങൾ പറയണോ? പബ്ലിക്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ ഇത് കണ്ടിട്ട് ആളുകളുടെ മുമ്പിൽ ഇത് മോശമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഈ മനു മേനോനോ തങ്കോ താരുവോ ഫിന്നിയോ സ്റ്റിജോയോ ഇവരാരും അവരുടേതായ സ്വന്തം ചർച്ചിൻ്റെ അകത്ത് ആരും കാണാതെ അവർ ചെയ്ത ഒരു ശുശ്രൂഷയെക്കുറിച്ചല്ല ഞാൻ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് പറയുന്നത്. ഈ ശുശ്രൂഷകൾ അവർ ചെയ്യുന്ന ഈ ഉന്തലും തള്ളലും വീഴലും കുരയ്ക്കലും ചിരിക്കലും മറിയലും എല്ലാം അവർ തന്നെയാണ് ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകളെ ഇത് കാണിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ ഒന്നും അടിയിൽ പോയി നിങ്ങൾ ഇങ്ങനെയുള്ള കോക്കാമ്പീച്ചകളൊക്കെ ലോകം മുഴുവൻ കാണുന്ന ആളുകളെ കാണിക്കല്ലേ, ആളുകൾ കളിയാക്കും. ഇത് മറ്റു സാമുദായിക ക്രൈസ്തവർ അവരുടെ ഗ്രൂപ്പുകളിൽ ഇത് എടുത്തുകൊണ്ടിട്ടിട്ട് അവർ പെന്തക്കോസുകാരെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നൊന്നും ഈ പബ്ലിക്കായി ഇവർ ചെയ്യുന്ന വിക്രിയകളുടെ അടിയിലൊന്നും പറയില്ല. അത് തെറ്റാണ്, ദൈവവചന പ്രകാരം അത് ശരിയല്ല എന്ന് എന്നെ പോലുള്ള ആളുകൾ പറയുമ്പോഴാണ് ഇവർ പബ്ലിക് കാണുന്നു, ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ എന്ന്. എന്താണ് ഇവരുടെയൊക്കെ തലച്ചോറിൻ്റെ അകത്ത് ഇരിക്കുന്നതെന്ന് ഇതുവരെയും പിടികിട്ടുന്നില്ല. അല്ലെങ്കിൽ ഈ മനുഷ്യരൊക്കെ ഇത്രയും മന്ദബുദ്ധികളായി മാറുകയാണോ എന്ന് തോന്നുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. ശരി, വചനം നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എന്തിനാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. നമുക്ക് യൂദായുടെ ലേഖനത്തിലേക്ക് വരാം. യൂദായുടെ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 3-4 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. 3-4 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഈ വിശ്വാസത്തിനു വേണ്ടി നാം അറിഞ്ഞിരിക്കുന്ന, നാം നിലനിൽക്കുന്ന ഈ വിശ്വാസത്തിനു വേണ്ടി നാം പോരാടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂദ ലേഖനം എഴുതി തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് എന്നുള്ളത് അതിൻ്റെ 20ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. 20ാം വാക്യം, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മിക വർധന വരുത്തി. അപ്പൊ നാം വിശ്വസിച്ചിരിക്കുന്ന ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അതിവിശുദ്ധ വിശ്വാസമാണ്.
ഈ അതിവിശുദ്ധ വിശ്വാസ ജീവിതത്തിനെതിരെ കടന്നു വരുന്ന നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ പോരാടേണ്ടതിന് ഇങ്ങനെ ഒരു ലേഖനം ചമയ്ക്കുകയാണ് എന്നാണ് യൂദായുടെ ലേഖനം എഴുതി തുടങ്ങുമ്പോൾ തന്നെ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇനി യൂദ മാത്രമാണോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഗലാത്യ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. ഗലാത്യ ലേഖനം നാം പഠിക്കുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 4-5 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നോടൊപ്പം വേദപുസ്തകം എടുക്കുക, ശ്രദ്ധിക്കുക. പൗലോസ്ലീഹ പറയുകയാണ്, അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നവരെ കുറിച്ച് പറയുകയാണ്, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ദുരുപദേശകരോടുള്ള പൗലോസ്ലീഹായുടെ മനോഭാവം ഗലാത്യ ലേഖനത്തിൽ വളരെ കൃത്യമായി നമ്മൾ വായിക്കുകയാണ്. ഒരു തരത്തിലും അവരോട് കോംപ്രമൈസ് ചെയ്തില്ല പൗലോസ്ലീഹ പരീശനാണോ? പൗലോസ്ലീഹ ഇതിനെതിരെ സംസാരിച്ചതുകൊണ്ട് അദ്ദേഹം പരീശൻ ആയി മാറുമോ? ഒന്ന് ചിന്തിക്കുക. ഇനി ഇതൊന്നും വേണ്ട. ഈ പ്രസംഗിക്കുന്ന കള്ളന്മാര്, ഈ ജനത്തെ വഞ്ചിക്കുന്ന ഈ കള്ളപ്രവാചകന്മാര്, ഈ ദുരുപദേഷ്ടാക്കന്മാർ, ഇവരാരും എന്തുകൊണ്ടാണ് ലേഖനങ്ങൾ പ്രസംഗിക്കാത്തതെന്ന് നിങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നുകിൽ ഇവർ പഴയ നിയമത്തിലെ ദാവീദിനെയും ഗോലിയാത്തിനെയും അല്ലെങ്കിൽ ഏലിയാവ് എലീശാൻ ചെയ്ത അത്ഭുതങ്ങൾ പ്രൊജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ കാണുന്ന രക്തസ്രാവക്കാരിയോ കൂനിയായ സ്ത്രീയോ ഗദരദേശത്തെ പിശാചിനെയോ ഒക്കെ പ്രൊജക്റ്റ് ചെയ്യും. ഇവരാരും എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവമക്കൾ എങ്ങനെ ആയിരിക്കണം, ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വരവ് വരെ ജീവിക്കുന്ന ദൈവസഭ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ കൃത്യമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ലേഖനങ്ങൾ എന്തുകൊണ്ട് ഇവർ പ്രസംഗിക്കുന്നില്ല? ലേഖനങ്ങളിലെ വാക്യമെടുത്ത് പ്രസംഗിച്ചാൽ അവരുടെ കച്ചവടത്തിന് അവർ തന്നെ പൂട്ടിടുന്ന പോലെ ആയി പോകുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഇനിയും 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. സഭ, മലിനപ്പെടാത്ത മണവാട്ടി, അതാണ് ദൈവസഭ. ഒരു തരത്തിലും ലോകത്തോടുകൂടെ മാലിന്യപ്പെടാതെ കുഞ്ഞാടിനു വേണ്ടി വിവാഹം നിശ്ചയം ചെയ്തു വെച്ചിരിക്കുന്ന മണവാട്ടിയാണ് ദൈവസഭ. എന്നിട്ട് പറയുകയാണ് 3-ാം വാക്യം, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, ദൈവസഭയുടെ മനസ്സ്, രക്ഷിക്കപ്പെട്ടവരുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തിനാണ് പൗലോസിന് അങ്ങനെ ഒരു ഭയം? ഞങ്ങൾക്കൊക്കെ തോന്നുന്ന വികാരം അതുതന്നെയാണ്. കാൽവറി ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തം വരെ കൊടുത്ത്, സ്വന്തം പ്രാണൻ കൊടുത്ത്, ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയെ ഇത്തരത്തിലുള്ള വിക്രിയകളും കോമാളിത്തരങ്ങളും കാണിച്ചുകൊണ്ട് ജനത്തെ വഞ്ചിക്കുന്ന, പറ്റിക്കുന്ന ഈ കള്ളന്മാര് ദൈവസഭയെ മുടിക്കാൻ കടന്നു വരുമ്പോൾ ഇതുപോലൊരു ഭയവും ആശങ്കയും ദൈവസഭയെക്കുറിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തരുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ഒരു ഭയവും ആശങ്കയും ഞങ്ങളിൽ വരുന്നത് പരീക്ഷന്റെ ആത്മാവാണെങ്കിൽ, അല്ലെങ്കിൽ വിമർശനത്തിന്റെ ആത്മാവാണെങ്കിൽ പൗലോസ്ലീഹ അങ്ങനെ ആയിരുന്നുവോ? ഒന്ന് ചിന്തിക്കൂ. തലച്ചോറുണ്ടെങ്കിൽ ഒന്ന് കണ്ണു തുറന്ന് ചിന്തിക്കൂ സുഹൃത്തെ. എങ്ങനെ പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ആളുകളുണ്ടല്ലോ എന്നാണ്. ഞാൻ സാധാരണ സംസാരിക്കുമ്പോൾ ബഹളമുണ്ടാക്കി വ്യാഖ്യാനങ്ങളുടെ കൂമ്പാരം കൂട്ടിയൊന്നും അല്ല പറയുന്നത്. ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്നത് പോലെ വളരെ ക്ലിയർ ആയിട്ടാണ് ദൈവവചനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഭയത്തിന്റെ കാരണം എന്താ നോക്കൂ. 4-ാം വാക്യം, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. പൗലോസ്ലീഹ പറയുകയാണ് കൊരിന്ത്യ സഭയോട്, വേറൊരു യേശു ഇവിടെ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച യേശു എന്താണ്? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മനുഷ്യരുടെ പാപത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വന്ന രക്ഷകനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നു. എന്നാൽ ഇവിടെ പലരും വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. ഏതാണ്? ബിസിനസ് തകർച്ചയിൽ കടഭാരത്തിൽ നിന്ന് മാറ്റുന്ന,
ബിസിനസ് തകർച്ചയിൽ നിന്ന് മാറ്റുന്ന, മുഴ മാറ്റുന്ന, കഷണ്ടിയിൽ മുടി കിളിർപ്പിക്കുന്ന, പല്ലിന്റെ പോടടയ്ക്കുന്ന ഒരു ലാടവൈദ്യനാക്കി യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ പലരും പ്രസംഗിക്കുന്നു. അപ്പസ്തലന്മാർ പ്രസംഗിച്ച യേശുക്രിസ്തു അല്ലത്. ഇവിടെ വേറൊരു യേശു അവതരിപ്പിക്കപ്പെടുന്നു. അടുത്തത്, വേറൊരു ആത്മാവെങ്കിലും, പരിശുദ്ധാത്മാവിന്റെ പേരും പറഞ്ഞ് ഇന്ന് ഇവിടെ അടരാടുന്നത് മുഴുവൻ വേറൊരാത്മാവാണ്. വേറൊരാത്മാവ്. ഞാനത് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ മറ്റൊരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഫയർ അനോയിന്റിങ് പോയി ഇപ്പോൾ ചെയർ അനോയിന്റിങ് ആണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ചെയർ അനോയിന്റിങ്. കസേരയ്ക്കകത്ത് വ്യാപരിക്കുന്ന ആത്മാവ്. എന്നാ ആ കസേര മറിഞ്ഞു പോകാതിരിക്കാൻ പുറകിലിരുന്ന് പിടിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ. നോക്കൂ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് ഇതൊന്നും കണ്ടാൽ. ഇതും ആ പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളോട് നമ്മൾ എന്താ പറയുക? അപ്പൊ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, വേറൊരാത്മാവ്, ഇനി വേറൊരു സുവിശേഷം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നില്ലേ? ദൈവജനത്തിന് കഷ്ടമില്ല, നിന്ദയില്ല, ദുരിതമില്ല, അനുഗ്രഹത്തിന്റെ ഒഴുക്കാണ്, സൈക്കിളിൽ വാടാ കാറെ പോകാമെന്ന് പറയുന്ന രീതിയിൽ ഒരു പ്രോസ്പിരിറ്റി ഗോസ്പൽ ഇവിടെ നാനാഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നില്ലേ? പക്ഷേ നിങ്ങൾക്ക് ദൈവാത്മാവുണ്ടെങ്കിൽ ഒരു വാക്യം മാത്രം മതി അതിനെ പൊളിക്കാൻ. ഒരു വാക്യം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 2 തിമോത്തിയോസ് 3:12 ഇങ്ങനെ പറയുന്നു, എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കൂ, എനിക്ക് യേശുക്രിസ്തുവിന്റെ ഭക്തനായി ജീവിക്കണം, ഭക്തയായി ജീവിക്കണം, കർത്താവിനെ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിലെന്നാ, തീരുമാനം ഉണ്ടെങ്കിലെന്നല്ല, തീരുമാനമൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകാം, മനുഷ്യരല്ലേ. മനസ്സുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കർത്താവിന്റെ ഭക്തയായി ജീവിക്കണമെന്ന് മനസ്സിലൊരു താല്പര്യമെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു, നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. അങ്ങനെയുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ഈ ഉപദ്രവം മാറാൻ വേണ്ടിയാണ് ഉപവാസ പ്രാർത്ഥന. 3 ദിവസത്തെ ഉപവാസം. എന്തിനാ? സഹിക്കാൻ പറ്റില്ല, ഈ ബന്ധനം അഴിയണം, ഈ ഉപദ്രവം മാറണം. ചുരുക്കി പറഞ്ഞാൽ ഈ 3 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ ഈ ഉപദ്രവം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിന്റെ ഭക്തയായി ജീവിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, അത് ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അങ്ങ് പോകണം. എന്നിട്ട് ലോകപ്രകാരം ജീവിക്കണം. അപ്പോൾ ഉപദ്രവം മാറും. ഇങ്ങനെയല്ലേ? അപ്പം ഇങ്ങനെ മനസ്സുള്ള, കർത്താവിന് വേണ്ടി, വചനത്തിന് വേണ്ടി നിലനിൽക്കണമെന്ന് മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ട്. ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളെ വഴി പിടിച്ചു നിർത്തി ചെവിക്കലിട്ട് അടിക്കുന്ന മാത്രമല്ല ഉപദ്രവം. ദൈവമക്കൾ പല മേഖലകളിലാണ് ഉപദ്രവം ഏൽക്കുന്നത്. ഭവനത്തിന്റെ അകത്ത് പ്രതിസന്ധികളിലൂടെ പോകുന്നവരുണ്ട്, തലമുറകളോടുള്ള ബന്ധത്തിൽ പ്രതിസന്ധി പോകുന്നവരുണ്ട്, ജോലി ചെയ്യുന്ന മേഖലകളിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട്, സുവിശേഷ വയലിൽ പ്രതികൂലം നേരിടുന്നവരുണ്ട്. അങ്ങനെ നാം ആയിരിക്കുന്ന പല മേഖലകളിലാണ് നമുക്ക് പ്രതികൂലങ്ങൾ കടന്നു വരുന്നത്. എന്തിനാണ്? നമുക്ക് കർത്താവിന്റെ ഭക്തയായി ജീവിക്കണം എന്നുള്ള ഒരു മനസ്സ് നമുക്കുള്ളത് കൊണ്ട് ഇത് നമുക്ക് വെച്ചിരിക്കുക, നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കേണ്ടതിന്. അതുകൊണ്ടാണ് ഓരോ പ്രതികൂലവും പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ ഒന്ന് മാറി അടുത്ത ആക്ഷേപങ്ങളും അപവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോവുകയല്ല ചെയ്യുന്നത്, കൂടുതലായിട്ട് കർത്താവിനോട് അടുത്തിരിക്കാനാണ് നമുക്ക് സാധിക്കുന്നത്. ഈ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മെ ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കഷ്ടതയോ നഗ്നതയോ പട്ടിണിയോ വാളോ അങ്ങനെ എന്തൊന്ന് വന്നോട്ടെ, ഇതൊന്നും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അതല്ലേ ബൈബിളിന്റെ തിയോളജി. ഏത് പ്രതികൂലം എൻ്റെ ജീവിതത്തിൽ വന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടല്ലേ വരുന്നേ, സാരമില്ല എന്ന് പറയാൻ കഴിയുന്നതല്ലേ ക്രിസ്തീയ ജീവിതം. ഓക്കെ, അപ്പൊ ഇവിടെ പറയാണ്, വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. കണ്ടോ, ഷമീർ കൊല്ലത്തെ പോലെ ഇതിനെയൊക്കെ വെറുക്കുന്നത് ആശ്ചര്യം എന്നല്ല പറഞ്ഞത്. വെറുക്കേണ്ടതിന് പകരം നിങ്ങൾ കൈയടിച്ച് പൊറുക്കുന്നത് ആശ്ചര്യം എന്നാണ് പൗലോസ് ലീഹ പറഞ്ഞത്. പൗലോസ് പരീശനാണോ? ദൈവസഭ മണവാട്ടി കർത്താവിന്റെ വരവ് വരെയും നിത്യതയ്ക്കായി സൂക്ഷിക്കപ്പെടേണ്ടതിന് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ പൗലോസ് ലീഹ പരീശനാണോ? നിങ്ങൾ മനസ്സിലാക്കൂ. ഇനിയും 2 തിമോത്തിയോസ് 2:15 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. ശ്രദ്ധിക്കൂ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തത്, ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കാം. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ. ഹുമനയോസും ഫെലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു.
അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഹുമനയോസും ഫിലേത്തോസും അവർ ഇന്ന് വരെ വിശ്വസിച്ചിരുന്ന ഉപദേശത്തിന് വിരുദ്ധമായി അവർ ഉപദേശം വിട്ടു തെറ്റി. ഇപ്പൊ അവർ വേറൊരു ഉപദേശം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ്? പുനരുത്ഥാനമില്ല. ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിന്റെ വരവെങ്കിൽ നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കുമെന്ന് പറയുന്ന പുനരുത്ഥാനത്തിന്റെ ഉപദേശത്തിൽ നിന്ന് അവർ തെറ്റി. ഇന്നും അങ്ങനെയല്ലേ? പണ്ട് കർത്താവിന്റെ വരവെങ്കിൽ ദൈവസഭ എടുക്കപ്പെടും, നാം കർത്താവിനോട് കൂടെ ഇരിക്കും, ഇങ്ങനെ ആശ്വസിച്ചു കൊള്ളുവിൻ, നാം മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടന്ന പല ആളുകളും ഇന്ന് ചോദിക്കുന്നത് കർത്താവിനോട് കൂടെ എവിടെ ഇരിക്കും? ഏത് മേഘം? ഏത് മണിപ്പന്തൽ? എവിടെ? അതൊക്കെ ഇല്ല, അതൊക്കെ ചുമ്മാതാന്ന് പറയുന്നു. മറ്റൊരു കൂട്ടർ പറയുന്നു കൂടുതൽ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്നൊക്കെ. അപ്പൊ ഇങ്ങനെ കാലാകാലങ്ങളിലായി ഉപദേശം വിട്ടു തെറ്റി മറ്റൊരു ഉപദേശം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് പറയുകയാണ് പൗലോസ് പറയുകയാണ്, അവർ അനേകരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. ഇപ്പൊ പൗലോസ് ലീഹ എന്തിനാ ഇത് പ്രതികരിച്ചത് അവരുടെ പേര് പറഞ്ഞിട്ടാണെന്ന് ഓർക്കണം. ഹുമനയോസും ഫിലേത്തോസും എന്ന് പേര് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനാ പറഞ്ഞത്? നമ്മുടെയൊക്കെ സഭകളിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ സഭകളിൽ ഈ ഹുമനയോസും ഫിലേത്തോസും കയറി വന്നാൽ അവർ പണ്ട് കൃപയിൽ നിന്നവരാണെന്ന് തെറ്റിദ്ധരിച്ച് അവരിപ്പോൾ ഉപദേശം മാറ്റി പഠിപ്പിക്കുന്നവരാണെന്ന് അറിയാതെ സഭ ഇവരെ സ്വീകരിക്കുകയും സഭയ്ക്കകത്ത് കലക്കം ഉണ്ടാക്കുകയും സഭ തെറ്റിപ്പോവുകയും ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് അവരുടെ പേരെഴുതി വെച്ചു. എന്തിനാ? അവരിനി സഭകളിൽ വന്നാൽ ഒരു അവയർനെസ്, അവരെ വെളിയിലാക്കണം. മനസ്സിലാകുന്നുണ്ടോ? അവരുടെ ഉപദേശം സഭയ്ക്കകത്ത് കയറ്റാതിരിക്കാൻ. ഇപ്പൊ ഞങ്ങളോട് ചോദിക്കുകയാണ് എന്തിനാ ഈ ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞ്? ദുരുപദേശകരാരാണ് എന്ന് ദൈവസഭ അറിഞ്ഞിരിക്കണ്ടേ? അറിഞ്ഞിരുന്നാലല്ലേ അവരെ ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. അത് തന്നെ പൗലോസ് ഇവിടെ ചെയ്തത്. പൗലോസ് പരീക്ഷ മനോഭാവമുള്ളവനാണോ? പൗലോസ് ലീഹയുടെ മേൽ വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ലേ? വേദപുസ്തകത്തിൽ യേശുക്രിസ്തു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൽ എസ്പെഷ്യലി യേശുക്രിസ്തു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ് ലീഹ. കർത്താവിന് വേണ്ടി ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞടങ്ങിയ ഭക്തൻ. അദ്ദേഹത്തിന്റെ മേൽ പരീക്ഷന്റെ ആത്മാവുണ്ടായിട്ടാണോ അദ്ദേഹം ദുരുപദേശക്കാർക്കെതിരെ പോരാടിയത്, ശക്തമായ ശബ്ദമുയർത്തിയത്, പേര് സഹിതം വെളിപ്പെടുത്തിയത്? കണ്ണു തുറക്കൂ ദൈവജനമേ, നിങ്ങളുടെ വിശ്വാസം മറിച്ചു കളയുന്ന ഇത്തരം കൾട്ടുകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരൂ, സുബോധത്തോടെ പുറത്തു വരുമെന്നാണ് ദൈവസ്നേഹത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും ഇതിനൊന്നും എതിരെ പ്രതികരിക്കുന്നില്ല. ചില ആളുകൾ ചോദിക്കും എന്താ മറ്റാരും പറയാത്തത്, നിങ്ങൾ മാത്രം എന്തിനാ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇത് ആരാണ് പറയേണ്ടത്? യൂദായുടെ ലേഖനത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരൂ. യൂദായുടെ ലേഖനം പഠിക്കുമ്പോൾ യൂദായുടെ ലേഖനം 1-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അപ്പൊ ആരാ പ്രതികരിക്കേണ്ടത്? പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളാണ് ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കുന്നത്. കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവർക്കാണ് ഇതൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അല്ലാതെ ഇവിടെ ഏത് വിധത്തിലെങ്കിലും ജീവിച്ച് ഒന്നും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് പോയാൽ മതി, അങ്ങനെ പറയുന്ന ഒത്തിരി പ്രസംഗകർ നമ്മുടെ ഇടയിലില്ലേ? ഫയറുകാരുടെ ഇടയിൽ ചെല്ലുമ്പോൾ പറയും ഈ തീ കാണുമ്പോൾ എന്താ ഇത്ര പ്രശ്നം, തീ വേണ്ടേ, തീ വേണം, തീ വേണമെന്ന് പറഞ്ഞ് അവരെ തുള്ളിക്കും. അവർ വിളിക്കുന്ന മീറ്റിങ്ങുകളിലെല്ലാം പോകും. അവിടെ ചെന്ന് അവരോട് പറയും ഇതാണ് പരിശുദ്ധാത്മാവ്, ഫയറാണ്, തീയാണ്, കത്തട്ടെ എന്ന് പറയും. നേരെ പെന്തക്കോസ്തൽ അടിസ്ഥാന ഉപദേശമുള്ള സഭകളുടെ കൺവെൻഷൻ വരുമ്പോൾ പറയും എന്തിനാ ഇങ്ങനെ തുള്ളുന്നത്, എന്തിനാ ചാടുന്നത്, എന്തിനാ നടുവൊടിക്കുന്നത് എന്ന് ഇവിടെ പറയും. ഇപ്പൊ വാലും തലയും കാണിക്കുന്ന ഇരട്ടത്താപ്പുകൾ ഇഷ്ടംപോലെ ഇല്ലേ നമ്മുടെ നടുവിന്? എന്നാൽ കർത്താവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന ദൈവസഭയാണ് പോരാടേണ്ടത്. ഇനി ചില ആളുകൾ പറയും നിങ്ങൾ വിധിക്കരുത്. അടുത്ത വാക്യം കൊണ്ട് വരികയാണ്, വിധിക്കരുത്. വിധിക്കരുതെന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ നിങ്ങളോടൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം, നിങ്ങൾ എന്നോടൊപ്പം എടുക്കൂ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. അപ്പൊ ആരാ അത്? കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്യുക, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും, അടുത്തത് കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ
നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും, കണ്ടോ, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. സഭയുടെ നല്ല ഗുണമായിട്ടല്ലേ ഇത് എഴുതിയിരിക്കുന്നത്? അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവരെ നീ പരീക്ഷിച്ചു, അവരെ കള്ളന്മാരാണെന്ന് നീ കണ്ടു, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ. ഇതൊക്കെ നന്മയായിട്ടല്ലേ സഭയ്ക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇന്നും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരായി കളവായി പറയുന്നവർ ഇന്നും നമ്മുടെ ചുറ്റിലുമില്ലേ? ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ നോക്ക്, പേരിൻ്റെ അറ്റത്ത് അപ്പോസ്തോലൻ ഇന്നയാള്, അപ്പോസ്തോലൻ ഇന്നയാള്, പേരിൻ്റെ അറ്റത്ത് അപ്പോസ്തോലൻ എന്ന് വെച്ചുകൊണ്ടാണ് ഇന്നിവർ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. നോക്കൂ, അപ്പോസ്തോലൻ എന്ന വാക്ക് തെറ്റായതുകൊണ്ടാണോ? അത് മോശമായതുകൊണ്ടാണോ? അല്ല. വേദപുസ്തകത്തിലെ അപ്പോസ്തലന്മാരാരാണ്? അവർക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരാണ് ബൈബിളിലെ അപ്പോസ്തലന്മാർ, അല്ലേ? വഴിയിലിരുന്ന് കൈ നീട്ടിയ ഭിക്ഷക്കാരന് എറിഞ്ഞു കൊടുക്കാൻ പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞവർ, എന്ന് പറഞ്ഞാൽ കമ്മലുമാലയല്ല, അന്ന് കൈകാര്യം ചെയ്യുന്ന നാണയത്തുട്ടുകളായിരിക്കുന്ന പൊന്നും വെള്ളിയും നാണയത്തുട്ടുകൾ പോലും ഭിക്ഷക്കാർക്ക് എറിഞ്ഞു കൊടുക്കാൻ ഇല്ല എന്ന് പറഞ്ഞ് സകലതും വിട്ട് കർത്താവിനെ അനുഗമിച്ച്, എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം എന്ന്. ഓരോ ദിവസവും അന്നുള്ള ആഹാരം പോലും ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് കഴിച്ചുകൊണ്ട് സകലതും വിട്ട് കർത്താവിനെ അനുഗമിച്ചവരാണ് ബൈബിളിലെ അപ്പോസ്തലന്മാർ, അല്ലേ? എന്നാൽ ഇന്ന് പേരിൻ്റെ അറ്റത്ത് അപ്പോസ്തലൻ എന്ന് വെച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളൊക്കെ ആഹാരം കഴിക്കാൻ ഓരോ ദിവസവും പ്രാർത്ഥിച്ച് കഴിക്കുന്നവരാണോ? പിന്നെ ഉള്ളതാരാ? സുവിശേഷകന്മാർ. അതെ, സുവിശേഷകന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, ഇല്ലേ? ഉണ്ട്. ഇടയൻ ആടുകളുടെ പാല് കൊണ്ട് ഉപജീവനം കഴിക്കുന്നു, നമുക്ക് വിമർശനമൊന്നുമില്ല. സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷ നിമിത്തം ഉപജീവനം കഴിക്കുന്നു, നമുക്ക് വിമർശനമൊന്നുമില്ല. പേരിൻ്റെ അറ്റത്ത് അപ്പോസ്തലൻ എന്ന് വെച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ യാതൊരു പ്രവൃത്തിയും കയ്യിലില്ലാതെ ഈ വിക്രിയകൾ മുഴുവൻ കാണിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ കള്ളന്മാരെന്ന് കണ്ടത് ദൈവസഭയുടെ നന്മയായിട്ടല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രിയരെ? ഇനി ചില ആളുകൾ പറയും, സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകി, മൂടാന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്ന് പാസ്റ്ററെ നിങ്ങൾക്കറിയത്തിൽ എഴുതി വിടുക. ആകെ അറിയുന്ന വാക്യങ്ങൾ അതൊക്കെ ഉള്ളു, അതുകൊണ്ടാണ് അതൊക്കെ വന്ന് എഴുതുന്നത്, വെളുപ്പിക്കാൻ. നിങ്ങൾ നോക്കൂ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ദൈവസഭയോട് പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൂത് എഴുതുമ്പോൾ സഭയോട് പറയുകയാണ്, എങ്കിലും നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. സഭയുടെ നല്ല വശവും സഭയുടെ കുറവുകളും വെളിപ്പാട് പുസ്തകത്തിൽ ദൂത് പറയുമ്പോൾ എഴുതിയിട്ടുണ്ട്. അതിൽ സഭയുടെ ഒരു നന്മ പറയുക. എന്താണ് നന്മ? നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകയാകുന്നു എന്ന് എഴുതിയിരിക്കുന്ന അതേ പരിശുദ്ധാത്മാവിലല്ലേ ഈ വാക്യം എഴുതിയിരിക്കുന്നത്? ഇവിടെ പകയ്ക്കുന്നത് നന്മയാണെന്ന്. പകയ്ക്കുന്നത് എങ്ങനെ നന്മയാകും? ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ദൈവകൃപയിൽ നിലനിൽക്കുന്ന നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ പകയ്ക്കരുത്, സഹോദരനോട് പിണങ്ങരുത്. മനസ്സിലായി? എന്നാൽ ഉപദേശം വിട്ട് ദുരുപദേശം പഠിപ്പിക്കുകയും പ്രവചനം നടത്തുകയും ആളുകളെ തെറ്റിക്കുകയും ചെയ്യുന്ന വഞ്ചകന്മാരോട് ദൈവസഭയുടെ സമീപനം, അവരെ പകയ്ക്കുന്നത് സഭയുടെ നന്മയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നോക്കൂ, നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു. അപ്പം ആ നിക്കോലോവിയരുടെ നടപ്പിനെയാണ് പകയ്ക്കുന്നത്, വ്യക്തികളെ അല്ല. ഞങ്ങളൊക്കെ വിമർശിക്കുന്നത് ഈ വ്യക്തികളെ അല്ല, അവർ ചെയ്യുന്ന പ്രവൃത്തികളെ, വചനവിരുദ്ധമായ കോമാളിത്തരങ്ങളെ, അതിനെയാണ് എതിർക്കുന്നത്, വ്യക്തികളെ അല്ല. നടപ്പ്, അവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു. ഇതുപോലെ തന്നെയാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. പൗലോസ് പറഞ്ഞില്ലേ, അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നു. നമ്മുടെ പ്രസംഗത്തോട് എന്ന് പറഞ്ഞാൽ പൗലോസും തിമോത്തിയോസും ഒക്കെ പഠിപ്പിക്കുന്ന പ്രസംഗം എന്ന് പറയുന്നത് സത്യവചനം, പഥ്യോപദേശം ഒക്കെ ആണല്ലോ, വായിച്ചിട്ടുണ്ടല്ലോ. അതിനോട് എതിർത്തു നിൽക്കുന്നു. ആര്? ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ. വളരെ ദോഷവും ചെയ്യുന്നുണ്ട് പൗലോസിനെതിരെ. എന്നാൽ പൗലോസ് പറയുന്ന അടുത്ത വാചകം, കർത്താവ് അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അപ്പോൾ പകരം കൊടുക്കേണ്ട ഡ്യൂട്ടി നമ്മുടെ അല്ല, ഇവർക്കൊക്കെ കൊടുക്കേണ്ടത് ദൈവം കൊടുത്തോളൂ.
പകരം കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ ഡ്യൂട്ടി. അത് പകരം ദൈവം ചെയ്തോളും. പകരം കൊടുക്കുന്നത് നമ്മുടെ ജോലിയല്ല, ദൈവം നോക്കിക്കോളും. പക്ഷെ അതിൻ്റെ അടുത്ത വാക്കെന്താ? നീയോ അവനെ സൂക്ഷിച്ചു കൊള്ളുക. പകരം കൊടുക്കേണ്ട ദൈവമാണ്. ഈ കള്ളന്മാർക്കെല്ലാം ദൈവം കൊടുത്തോളും. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ളവരെ സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ അവൻ്റെ ജോലി ഉൾപ്പെടെ പറഞ്ഞിട്ട് ഇന്ന ആളാ മാറിപ്പോകാതിരിക്കാൻ അവൻ്റെ പേരും അവൻ്റെ കൊലത്തൊഴിലും ഉൾപ്പെടെ പറഞ്ഞു, അവനെ നീ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഈ പേര് പറയുന്നത് ഒരു വിഷമം ഉണ്ടായാലോ എന്ന് ഓർത്തിട്ട് പൗലോസ് ലീഗ പറയുക, മകനെ തിമോത്തിയോസെ, ലവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു തന്നു. ലവൻ എനിക്ക് വളരെ ദോഷം ചെയ്തു. ലവന് കർത്താവ് കൊടുത്തോളും. നീ ലവനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എവന് ആര്? അപ്പോൾ പേര് പറയേണ്ടവരെ പേര് പറഞ്ഞു തന്നെ ദൈവസഭയോട് ബോധ്യം വരുത്തണം. ഇന്നയാളെ അവരെ ദൈവസഭയിൽ കടക്കാൻ അനുവദിക്കരുത് എന്ന് പറയണ്ടേ? അത് തന്നെ ഞങ്ങളും ചെയ്യുന്നുള്ളൂ. പേര് പറഞ്ഞ് അവരെ വിമർശിച്ചതുകൊണ്ട് പൗലോസ് പരീക്ഷകനാകുമോ? എന്താണ് ഈ പറയുന്നത്? അപ്പോൾ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയണമെന്നാണ് ഈ സമയത്ത് എനിക്ക് ദൈവമക്കളോട് പറയുവാനായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വേറൊരു കള്ളപ്രവാചകൻ്റെ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. വിമർശകരിങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അവർ വിമർശിച്ച 4 പേര് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? അവരിപ്പോഴും ശക്തമായി വേദികളിൽ തിളങ്ങി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തള്ളുന്ന കണ്ടു. കച്ചവടം പൊട്ടിയതിൻ്റെ വിഷമമാണ് പറയുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകപ്രകാരം ഒരാൾ തിളങ്ങി നിൽക്കുന്നതോ വേദികളിൽ നിൽക്കുന്നതോ ഒന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലും വളർച്ചയായി കാണാൻ വചനം അറിയുന്നവന് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഗൾഫ് നാടുകളിലുള്ള അറബികളൊക്കെ എത്രയോ ശ്രേഷ്ഠമാണെന്ന് ചിന്തിക്കണം, സമ്പത്ത് കൊണ്ടും മഹിമ കൊണ്ടും ഒക്കെ. അതുകൊണ്ട് അവർ നിത്യതയ്ക്ക് അവകാശികളാകുമോ? ഇനി അതും പോട്ടെ, കർത്താവ് എന്താ പറഞ്ഞത്? നല്ല വിത്ത് വളർന്നു വന്നപ്പോൾ എന്തു ചെയ്തു? കളയും വളർന്നു. ഇടയ്ക്ക് പിഴുതു മാറ്റാതെ അതിനെ അവിടെ നിർത്തി. എന്തിനാ? കൊയ്ത്തോളം അതും വളരട്ടെ. കള വളർന്നതിനെ കുറിച്ചായി അഭിമാനത്തോടെ പറയുന്നത്. അവർ വളർന്നില്ലേ? വിമർശകർ വിമർശിച്ചിട്ടും കള വളർന്നില്ലേ? വളരട്ടെ. കള പറിക്കുന്നൊരു സമയമുണ്ട്, അന്നാണ് റിസൾട്ട്. അതുവരെ വെയിറ്റ് ചെയ്യും, വളരട്ടെ. ഇനി ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. കാരണം ഇത്രയും കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകുന്നില്ലെന്നേ, തലേ കയറുന്നില്ല. എന്താ ചെയ്യുക? ഇനി ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ എന്താ? നിങ്ങൾ എന്തിനാ ഇത് പ്രതികരിക്കുന്നത്? ദൈവം നോക്കിക്കോട്ടെ, പറയണ്ട, ഇതൊന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട്. പറഞ്ഞില്ലെങ്കിൽ എന്താ? പറഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താന്ന് ബൈബിൾ പറയുന്നുണ്ട്. എടുക്ക്, 2 പത്രോസ് 2-ാം അധ്യായം 2 പത്രോസ് 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളെ നോക്കൂ, ശ്രദ്ധിക്കുക. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അപ്പോൾ ഇവരൊക്കെ വരുന്നതിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല, ഉണ്ടാകും എന്ന് എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ അടുത്ത വാക്ക് കേട്ടെ. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അടുത്തത്, അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. ഇപ്പം എന്തിനാണ് ഷമീർ പാസ്റ്ററെ നിങ്ങൾ ഇതൊക്കെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വളർന്നു വരുന്ന പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ വിശ്വാസികൾ, ബലഹീന സഹോദരങ്ങൾ, ഇവർ ഈ ചെയ്യുന്നത് അനുകരിക്കും. അവർ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞ് അവരെ അനുകരിക്കുമെന്നേ. നിങ്ങൾ കാണുന്നില്ലേ? കേരളക്കരയിൽ പേര് വിളിച്ചുകൊണ്ടുള്ള ഈ കള്ളപ്രവചനം ആരംഭിച്ചത് സാമച്ചം പുനലൂർ എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകനാണ്. ബി 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 ബാബു രാജൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത് പുള്ളിയാണ്. എങ്ങനെയാണ്? അവരുടെ ചർച്ചിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു കാർഡ് ഫില്ല് ചെയ്യാൻ കൊടുക്കും. ആ കാർഡിൻ്റെ അകത്ത് പേരും പ്രാർത്ഥനാ വിഷയവും മൊബൈൽ നമ്പറും എഴുതിയിട്ടാണ് അകത്തോട്ട് കയറ്റുന്നത്. പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പേ ഈ സ്വീകരിച്ച് എഴുതി വെച്ച കാർഡുകൾ മുഴുവൻ പ്രസംഗം എൻ്റെ ബെഡ്റൂമിലെത്തും. അതിനകത്തുനിന്ന് 10 പേര് മനപ്പാഠം പഠിച്ച് മൊബൈൽ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റേജിൽ കയറി എന്ന് വിളിച്ച് പറയുന്ന പരിപാടിയാണ് തുടങ്ങിയത്. ഇപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ പലരും അനുകരിക്കും എന്ന് പറഞ്ഞ ഈ പരിപാടി പിന്നീട് കേരളത്തിൽ പലരും അനുകരിച്ചു. ഇപ്പം പേര് വിളിക്കുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. ടിജോ തോമസ്, പിന്നെ വേറെ കായംകുളത്ത് ഏതൊരു കള്ളപ്രവാചകൻ, ഇങ്ങനെ കേരളക്കരയിൽ ഇവരെല്ലാം ഇപ്പോൾ പേര് വിളിയായി മാറിക്കൊണ്ടിരിക്കുക. അനുകരിക്കുകയല്ലേ? അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്ന പലരും അവരുടെ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അപ്പം അനുകരിച്ച് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ വരുന്ന പുതിയ പിള്ളേരെല്ലാം ഇതൊക്കെയാണ്
ശുശ്രൂഷ, ഇതാണ് പ്രവചനം, ഇതൊക്കെയാണെന്ന് പറഞ്ഞ് ഈ ഫയർ എന്ന് പറഞ്ഞ് ഇവരുടെ ഇടയിൽ എത്ര കുഞ്ഞുങ്ങളെ പെട്ട് കിടക്കുന്ന മനസ്സിലാകുന്നില്ലേ? ഇത് ശരിയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചത് കൊണ്ടല്ലേ അതിൽ പോയി കിടക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അടുത്തത് 3-ാം വാക്യം, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. മനസ്സിലായോ? അവർക്ക് പറയാനുള്ളത് ദൈവത്തിന് കൊടുക്ക്, ദൈവത്തിന് കൊടുക്ക്, ദ്രവ്യം കൊടുക്ക്, വലുത് കൊടുക്ക്, ഏറ്റവും വലുത് കൊടുക്ക്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മൊബൈലാണോ ഉള്ളത്, ദൈവത്തിന് കൊടുക്ക്. കമ്മലോ മാലയോ ചിലപ്പോൾ പൊട്ട് 1 ഗ്രാമിന്റെ മോതിരമായിരിക്കും, ഒന്നും ഭാരപ്പെടണ്ട, നിങ്ങൾ ഇട്ടോ എന്നാ പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, അത് ഗോൾഡ് ആയിരിക്കാം, ഓഫറിംഗ് ആയി പണമായിരിക്കാം, എന്തുമായിരിക്കാം, ചെറിയ മാലകളോ ഗോൾഡോ വാച്ചോ മൊബൈലോ. ഞങ്ങളവിടെയൊക്കെ വാച്ച് ഗോൾഡ് എന്തെല്ലാണെന്ന് അറിയാം, എല്ലാം കൊണ്ടുവന്ന ജനം കൂടി. കാരണം നിന്റെ ജീവിതത്തിൽ കർത്താവായ യേശുവിനേക്കാളും വലുതാണ് നിനക്ക് നിന്റെ ഉണക്ക മൊബൈലോ, ഒരു ചെറിയ ലെൻസ് വെച്ച് നോക്കാൻ പറ്റിയ 1/2 ഗ്രാമിന്റെ 1 ഗ്രാമിന്റെ മാല. ഇത് ലെൻസ് വെച്ചാലേ കാണാം, പക്ഷെ അത് നിനക്ക് നിന്റെ ഉള്ളിൽ വലിയ സാധനമാണ്. അത് തന്നെയല്ലേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. ഇവർക്ക് കൗശലവാക്ക് പറഞ്ഞ് ഈ പണം മേടിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് ഇത്തരക്കാർക്ക്. നിങ്ങൾക്കറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു കാര്യം, ഓസ്ട്രേലിയയിലോ മറ്റോ എവിടെയുള്ള ഒരു ആൻറ്റിയുടെ 10 ലക്ഷം രൂപ നാട്ടിൽ ഒരാൾ ഒരു ദൂതൊക്കെ പറഞ്ഞ് കുറേശ്ശെ 10 ലക്ഷം രൂപ അടിച്ചെടുത്തു എന്ന് പറഞ്ഞു. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ അതിശയിക്കുക. കാരണം ആരാ ഇങ്ങനെ ഈ 10 ലക്ഷമൊക്കെ ചുമ്മാ അങ്ങ് കൊടുക്കാനിരിക്കുന്നത്? അങ്ങ് കൊടുക്കുക, ലക്ഷങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ലേ? അപ്പോൾ ഈ ദ്രവ്യാഗ്രഹം ഇങ്ങനെ പറഞ്ഞ് മേടിക്കാൻ പല ആളുകൾക്കും അതിനൊരു ഇതുണ്ട്, ഒരു കഴിവുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണ്, പലരും അനുകരിക്കും, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. റോമാലേഖനം 16-ാം അധ്യായത്തിലേക്ക് കൂടെ നിങ്ങളെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. റോമാലേഖനം 16-ാം അധ്യായം, അതിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു, ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെ ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. ഇത് തന്നെയല്ലേ ഞാനും എത്രയോ വീഡിയോകളിൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പരീക്ഷനായി, എന്നെ പോലെ പ്രതികരിക്കുന്ന ഒരു പരീക്ഷനായി. അപ്പം ഇത് എഴുതി വെച്ച പൗലോസ്ലീഹ പരീക്ഷാത്മാവാണോ അതോ പരിശുദ്ധാത്മാവാണോ? ഇനി അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ച് കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്, ഒന്ന്, പലരും അനുകരിക്കും, പലരെയും പണം നഷ്ടപ്പെടും, പലരെയും വഞ്ചിക്കും. ഇതൊക്കെ ഇവിടെ സംഭവിക്കും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്നെ കേൾക്കുന്ന, എന്നെ ഫോളോ ചെയ്യുന്ന, ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനം കേൾക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ ചാനൽ ഫോളോ ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെങ്കിലും വഞ്ചിക്കപ്പെടാതിരിക്കേണ്ടതിന്, നിങ്ങളുടെ നിത്യതയിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയാതിരിക്കേണ്ടതിന്, അവസാനത്തെ തുള്ളി രക്തം വരെയും വില കൊടുത്തുകൊണ്ട് എൻ്റെ കർത്താവ് സ്ഥാപിച്ച ദൈവസഭയെ ഈ നുടഞ്ഞു കയറുന്ന കള്ളന്മാർ, ഈ ചെറു കുറുക്കന്മാർ, ഈ ഛർദിക്ക് തിരിഞ്ഞ നായ്ക്കൾ എന്ന് പറയുന്ന ഈ നായ്ക്കൾ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് ഇത് പറയുന്നു. ദൈവസഭയെക്കുറിച്ചുള്ള ഭാരം ഹൃദയത്തിലുള്ളതുകൊണ്ട് പറയുന്നു. ഇത് പരീശന്റെ ആത്മാവ്, പരീശന്റെ ചിന്താഗതികളുമായിട്ട് ആണെന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം ചിന്തകളിൽ വീണു പോകാതെ നിങ്ങൾ പഥ്യോപദേശത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.